കൊച്ചിയിൽ നിന്നും ട്രിവാൻഡ്രം വഴി തെങ്കാശിയിലോട്ട് ഒരു വണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുമോ സെക്യൂർ ബൈക്ക്? വെളുപ്പിന് 2 മണിക്ക് കൊച്ചിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഒരു 7:30 ആയപ്പോഴേക്കും ട്രിവാൻഡ്രത്തെത്തി. അവിടെ നിന്ന് നെടുമങ്ങാട് എത്തിയപ്പോഴത്തേക്കും ഒരു മിൽക്ക് മെയ്ഡ് ഫ്രൂട്ട് സർബത്തും കുടിച്ച് പാലോട് വഴി തെന്മലയിലെത്തി. തെന്മലയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് പ്രസിദ്ധമായ 13 കണ്ണറ പാലം കാണാൻ പറ്റുന്നത്. എണ്ണി നോക്കുമ്പോ 13 എണ്ണം ഉണ്ട്. അതിന്റെ മുകളിൽ കയറിയ നല്ല മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റൂട്ടോ. പിന്നെ അവിടെ കുറച്ചുനേരം നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു. അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമുക്ക് തെന്മല ഡാം ഒക്കെ കാണാൻ പറ്റൂട്ടോ. ആര്യങ്കാവ് ചുരം വഴി കേരള ബോർഡർ കടന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് ചെങ്കോട്ടെ വഴിയാണ് നമ്മൾ തെങ്കാശിയിലേക്ക് എത്തിച്ചേരുന്നത്. പോകുന്ന റൂട്ട് വേറെ ഒരു രക്ഷയില്ല. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ് കേട്ടോ അവിടെ. ഉച്ചയായപ്പോഴേക്കും നമ്മൾ തെങ്കാശി പോകുന്ന റൂട്ടിലുള്ള ബോർഡർ റഹ്മത്ത് ഹോട്ടലിൽ കയറി. അവിടെ നിന്ന് ബിരിയാണിയും കോയിൻ പൊറോട്ടയും പിന്നെ സ്പെഷ്യൽ ഐറ്റമായ ബോർഡർ ചിക്കനും കഴിക്കാം നമുക്ക്. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിച്ചേർന്നത് മേക്കറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വില്ലേജിലേക്കാണ്. അന്യൻ ഫിലിമിലെ രണ്ടക്ക സോങ്സിന്റെ ഒക്കെ ചില ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ അത്രയും മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. കുന്നും മലയും വയലും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യാനായിട്ട്. അവിടെ നിന്ന് തിരിച്ചപ്പോഴാണ് വേറൊരു ഡാം കണ്ടത്. മഴയുള്ള സമയത്താണ് അതിന്റെ ബ്യൂട്ടി നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത്. നമ്മൾ ചെന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വെള്ളം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കുറച്ചു ദൂരം പോന്നപ്പോഴാണ് വേറെ മനോഹരമായിട്ടുള്ള കുറെ സ്ഥലങ്ങൾ കണ്ടത്. അവിടെ നിർത്തി കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്ത നമ്മൾ പോകുന്നത് തെങ്കാശി ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള തിരുമലൈ കോവിലേക്കാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. പുഷ്പ സിനിമയിലെ ശ്രീവള്ളി സോങ് ഒക്കെ ഈ ഒരു കോവിലിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ തെങ്കാശി എത്താറായപ്പോഴത്തേക്കും ദൂരെ നിന്ന് നമുക്ക് ഈ ഒരു കോവിലിന്റെ ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. 650ഓളം സ്റ്റെപ്പ് കയറി വേണം നമുക്ക് കോവിലിൽ എത്താനായിട്ട്. ഇനി വണ്ടിയിൽ പോയിട്ട് നമുക്ക് മുകളിൽ എത്തണമെങ്കിൽ അതിനുള്ള വേറെ വഴിയുണ്ട്. കോവിലിന്റെ മുകളിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് തെങ്കാശിയുടെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റും. അവിടെ മുകളിലാണെങ്കിൽ നല്ല കാറ്റൊക്കെ ആയിട്ട് ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. വൈകിട്ട് ഒരു 5 മണിയായപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് നല്ല ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ് കണ്ടു. അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു. അങ്ങനെ ഒരു രാത്രി 9 മണിയായപ്പോഴേക്കും തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി.